ഹായ് കൂട്ടുകാരെ, എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് കക്കയാണ് കേട്ടോ. കക്ക ഞാൻ ഈ അരിപ്പയിലാണ് കഴുകണത്. ഭയങ്കര മണ്ണായിരിക്കുമല്ലേ കക്കയിൽ. അങ്ങനെ ആ പാത്രത്തിൻ്റെ ഉള്ളിൽ ആ കക്ക ഞാൻ അരിപ്പ പാത്രം വെച്ചിട്ട് ഞാനിങ്ങനെ കഴുകും കേട്ടോ. കഴുകുമ്പോൾ അടിയിൽ വരും മണ്ണെല്ലാം. മണ്ണെല്ലാം അടിയിൽ വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഈ അരിപ്പയിലിട്ട് കഴിയാൽ മതി, അപ്പം മണ്ണൊക്കെ പോകും കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ കഴിക്കുമ്പോൾ മണ്ണ് കടിക്കൂലേ. എത്ര പ്രാവശ്യം കഴിയുമെന്ന് എനിക്ക് തന്നെ അറിയില്ല. നമുക്കിത് വേവിക്കാൻ വെക്കാം കേട്ടോ. ഞാൻ കുറച്ച് വെള്ളത്തിൽ ഇത് വേവിക്കാൻ വെച്ചിട്ട് ഈ വെള്ളം ഊറ്റിക്കളയും. തിളച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ കിഡ്നിക്ക് കംപ്ലൈൻ്റ് ആവുമെന്ന് ചില ആളുകൾ പറയുന്നുണ്ട്. കാൽസ്യം കൂടുതലല്ലേ ഇതിൽ. പിന്നെ കുറച്ച് വെള്ളവും കൂടി വെച്ചിട്ട് അതിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസാണ് കേട്ടോ. വെളുത്തുള്ളി, ഇഞ്ചി പേസ്റ്റ്, പച്ചമുളകും വേപ്പിലയും, മഞ്ഞൾപ്പൊടി, ഗരം മസാല, ഉപ്പ് ഇട്ടിട്ട് ഞാനിത് വേവിക്കാൻ വെക്കണം കേട്ടോ. വെന്ത് കഴിഞ്ഞ് നമുക്കിനി ഉള്ളി, വെളുത്തുള്ളി, കുരുമുളക് ഇത് കല്ലിട്ട് ചതച്ച് കുറച്ച് മുളക് പൊടിയായിട്ട് ചതച്ചിട്ടാണ് ഇതിലിടുന്നത് കേട്ടോ. ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഈ കക്ക ഇതിലോട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. കക്ക എന്നിട്ട് നല്ലോണം ഒന്ന് മൊരിഞ്ഞ് കിട്ടണം. കക്ക മൊരിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ ആ നേരത്തെ ഇടിച്ച് വെച്ച ഇതില്ലേ, അത് അതിലോട്ട് ഇട്ട് കൊടുത്ത് കുറച്ച് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചിട്ട് മിക്സ് ചെയ്യാം കേട്ടോ. അതൊന്ന് മൊരിയട്ടെ, എന്നിട്ട് നമുക്ക് എല്ലാം കൂടി മിക്സ് ചെയ്യാം. ഇങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ട് കക്ക. ചിലർ മീൻ വറുക്കുന്ന പോലെ കക്ക വറുക്കണം. ഈ കക്ക ഇറച്ചി കഴിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വയറുവേദന, ഛർദില ഒന്നും വരില്ല. ഇതിൽ വെളുത്തുള്ളി, ഇഞ്ചി പേസ്റ്റൊക്കെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഗ്യാസ് ഉണ്ടെങ്കിൽ അത് മാറും. എല്ലാം കൊണ്ടും നല്ലതാണ് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട് ഈ കക്ക വറുത്ത കേട്ടോ. ഇതെങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്യണോ കേട്ടോ. ലൈക്ക് ചെയ്യണം. സബ്സ്ക്രൈബ് തരാത്തവർ സബ്സ്ക്രൈബ് തരണേ. നല്ലോണം മൊരിഞ്ഞിട്ടിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഈ കക്ക. ഓക്കെ, ബൈ.